അങ്ങനെ കുറേ കാലത്തിന് ശേഷം എൻ്റെ ചാനലിൽ വീണ്ടും ഇതൊരു തേഞ്ഞ പരിപാടിയായിട്ട് ഞാൻ വരുന്നു. ഇതാ കപ്പ് കൊണ്ടുള്ളൊരു ബാസ്ക്കറ്റ്. ഉണ്ട പറയിപ്പിക്കരുത്. എന്നാ പറയാനാന്നേ, വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഒരു ലോഡ് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേപ്പർ കപ്പ്. ആ പേപ്പർ കപ്പ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തപ്പി 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 കൊണ്ടുവന്നിട്ട് അത് ഫുൾ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പക്ഷെ തന്ത്രപ്പാട് വിട്ടുപോയതെപ്പോഴാണ്? ഇതോ ഈ സാധനത്തിലൂടെ. എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പോയിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്തില്ലെങ്കിൽ സമാധാനമില്ലല്ലോ നമുക്കാർക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ കപ്പ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഐഡിയാസ് തപ്പിയപ്പോഴാണ് പിൻട്രസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തത് എന്ത്, ക്യൂട്ട് പേപ്പർ ബാസ്ക്കറ്റ്. അതാണ് എൻ്റെ മനസ്സിൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ മുറിച്ചതും കൊന്തപ്പുറവും എല്ലാം ഞാൻ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ജീവിതമല്ലേ, ഇങ്ങനത്തെ പല ഇതും നമ്മൾ നേരിടണം. എല്ലായ്പ്പോഴും നമുക്ക് സക്സസ് ആയിക്കൊണ്ടിരുന്നാൽ നമുക്ക് അഹങ്കാരം കൂടില്ലേ? എക്സാക്ട്ലി. അപ്പോൾ ഇടയ്ക്കൊരു തോൽവി എന്തുകൊണ്ടും അനുയോജിതമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു സമാധാനിക്കാം, അല്ലാണ്ട് ഞാൻ എന്താക്കാന്ന്. എപ്പോഴും സക്സസ് ആവുന്ന മാത്രം ഇട്ടുകൊണ്ടിരുന്ന എനിക്ക് അഹങ്കാരം കൂടില്ലേ? അതുകൊണ്ടാണ് ദൈവം അറിഞ്ഞുകൊണ്ടൊരു പണിയുന്നത്. ദൈവമല്ല, എൻ്റെ കഴിവുകേട്. ലാസ്റ്റ് ഇതിന് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒപ്പിക്കാൻ പറ്റുമോ നടക്കാൻ ഞാൻ നോക്കി. പക്ഷേ ഒന്നും നടന്നില്ലടാ, ഫുള്ള് തേഞ്ഞു. ഇതൊക്കെ ഞാൻ ചുമ്മാ ചെയ്യുന്ന, എനിക്കൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സാധനങ്ങളാണ്. വെറുതെ അത്രയും വൂളൻ ത്രെഡും കൂടെ കളഞ്ഞു എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ആദ്യം തന്നെ ഇങ്ങനെ കൊളായി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരുന്നു. പക്ഷേ എൻ്റെ വിചാരം ടോട്ടലി റോങ് ആയിരുന്നു എന്ന് തന്നെ ഇത് പ്രൂവ് ചെയ്തു. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്രിക എടുത്തിട്ട് ഇത് മുറിക്കുന്ന അടക്കം, എന്നിട്ടടക്കം പാളിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. പേപ്പർ കപ്പ് ക്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരുപാട് സാധനങ്ങൾ വരും. അതിനിടയ്ക്ക് ഇങ്ങനൊരു ബാസ്ക്കറ്റും വരും. ഫൈനലി ഈ സാധനം ഇങ്ങനെ കിട്ടി. ഇത് കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വെച്ചൊന്നും ചെയ്യാനില്ല. സോ തേഞ്ഞ് ആ ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടിയത്. ഈ സാധനം കൈ കിട്ടിയെന്നല്ല, എൻ്റെ കൈൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചേക്കും. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വട്ടം ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ ക്ലേ ഫുള്ള് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഹോം മെയ്ഡ് ക്ലേ ആണ് ഗൈസ്. ആ ഒരു ഇതിലാണ് ഞാൻ നേരെ കോൺഫ്ലവറിലേക്ക് പശ വെച്ചിട്ട് അറിയാണ്ട് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു പോയത്. അതിന് ശേഷം ആ സാധനം ഇതോ നമ്മുടെ ചീസില്ലേ അതേപോലെ വന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച് തിന്നാലോണ്ട് നടക്കാൻ ആലോചിച്ചു. കാരണം അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു അതിന്. പക്ഷെ ചത്തോ എന്നുള്ള പേടി കാരണം ഞാനതൊന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. എന്നാൽ അതേ സ്ഥലത്ത് ഒരു ഫോഴ്സ് ചെയ്തായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല, ലാസ്റ്റ് ഇത് ഇതേപോലെ ഈ സാധനം കിട്ടി. അപ്പം ടാറ്റ മക്കളെ, ചേച്ചി നാളെ വരാം കേട്ടോ.